ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2019 നടന്ന VO ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ട്രിവാൻഡ്രം, കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഹി ഈസ് ദി ഡാഷ് ഓഫ് ദ ത്രീ ബ്രദേഴ്സ്. ഹി ഈസ് ദി ഡാഷ് ഓഫ് ദ ത്രീ ബ്രദേഴ്സ്. ഓപ്ഷൻ എ റിച്ചസ്റ്റ്, മോർ റിച്ച്, റിച്ച്, റിച്ചർ. ഏതാണ് കറക്റ്റ് ആൻസർ? റിച്ചസ്റ്റ്, മോർ റിച്ച്, റിച്ച്, റിച്ചർ. ഓപ്ഷൻ എ റിച്ചസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹീ ഈസ് ദ റിച്ചസ്റ്റ് ഓഫ് ദ ത്രീ ബ്രദേഴ്സ്. എന്താണ് കാരണം നോക്കാം നമുക്ക്. ദി എന്നുള്ളത് സൂപ്പർലേറ്റീവിന് മുമ്പിൽ ചേർക്കുന്ന വാക്കാണ്. ദി. 3 പേരിൽ ഏറ്റവും പണക്കാരൻ എന്നാണ് നമ്മളോടൊക്കെ തന്ന ക്വസ്റ്റ്യൻ്റെ അർത്ഥം. 3 പേരിൽ ഏറ്റവും പണക്കാരൻ, അപ്പോൾ സൂപ്പർലേറ്റീവ് വരണം. അപ്പോൾ ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി നോക്കാം നമുക്ക്. വിശേഷണങ്ങളുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണിത്. നമ്മൾ തമ്മിൽ ആരെങ്കിലുമൊക്കെ വിശേഷിപ്പിക്കും അല്ലേ, കാണാൻ ഭംഗിയുള്ളവൻ എന്നൊക്കെ. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇതിൽ 2-ലധികം വ്യക്തികളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ ഗുണം അഥവാ അവസ്ഥയെ താരതമ്യം ചെയ്ത് ഏറ്റവും ഉയർന്നത് ഏതാണെന്ന് വെളിവാക്കുന്നു. അതാണ് ഏത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ ഉദാഹരണം നോക്കാം നമുക്ക്. ഒരു എക്സാമ്പിൾ നോക്കാം. നെഹാൻ ഈസ് ദ വൈസസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. നെഹാൻ എന്ന കുട്ടിയെക്കുറിച്ച് പറയുകയാണ്. നെഹാൻ ഈസ് ദ വൈസസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ഈ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും വൈസസ്റ്റ് ആയത്, വൈസസ്റ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ജ്ഞാനിയായ എന്നൊക്കെ. വൈസസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. നെഹാനാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും ജ്ഞാനിയായ ഏറ്റവും നല്ല കുട്ടി. അപ്പോൾ ദ വൈസസ്റ്റ്, വൈസ്, വൈസർ, വൈസസ്റ്റ്, ദ വൈസസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർലേറ്റീവിന് മുമ്പിൽ ദ വന്നു, ദ വൈസസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ബുർജ് ഖലീഫ ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ഏത്? ബുർജ് ഖലീഫ. ഓക്കെ, അപ്പോൾ അവിടെ ദ ടോളസ്റ്റ് എന്നുള്ളതാണ് വന്നത്. സാധാരണ നിലയിൽ പോസിറ്റീവ് രൂപത്തോട് ER ചേർത്താൽ നമുക്ക് കമ്പാരറ്റീവും EST ചേർത്താൽ സൂപ്പർലേറ്റീവും കിട്ടും. ഈയിൽ അവസാനിക്കുന്ന പദങ്ങളോട് ആറും STയും, വൈയിൽ അവസാനിക്കുന്ന പദങ്ങളോട് വൈ മാറ്റി പദങ്ങളിൽ IER അല്ലെങ്കിൽ IESTയും ചേർത്ത് മറ്റ് 2 രൂപങ്ങളും നമുക്കുണ്ടാക്കാം. അതായത് വൈയിൽ അവസാനിച്ച് കഴിഞ്ഞാൽ വൈനെ ഒഴിവാക്കിയിട്ട് IER ചേർത്താൽ നമുക്ക് കമ്പാരറ്റീവ് കിട്ടും, IEST ചേർത്താൽ നമുക്ക് സൂപ്പർലേറ്റീവും കിട്ടും. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ് നോക്കാം നമുക്ക്. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. അത് ERലാണ് അവസാനിച്ചത്. നമ്മൾ ERൽ അവസാനിച്ചുകൊണ്ട് ER ക്ലവറർ RER ചേർത്ത് പിന്നെ RESTയും ചേർത്തു. അതുപോലെ റെഡ്, റെഡർ, റെഡസ്റ്റ്. ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. വൈയിൽ അവസാനിച്ചത് നമ്മൾ പറഞ്ഞു വൈ ഒഴിവാക്കിയിട്ട് IEST ചേർക്കുന്നു. അപ്പോൾ ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്. ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഈയിൽ അവസാനിക്കുന്ന പദങ്ങളോട് ആറും STയും, വൈയിൽ അവസാനിക്കുന്ന പദങ്ങളോട് വൈ മാറ്റി പദങ്ങളിൽ IER അല്ലെങ്കിൽ IESTയും ചേർത്ത് കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, 2 അതിലധികമോ സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ സിലബിൾസ് ഉള്ള വിശേഷണങ്ങളുടെ മറ്റ് 2 രൂപങ്ങൾ ഉണ്ടാക്കാൻ യഥാക്രമം മോറും മോസ്റ്റും ചേർക്കണം. 2 അതിലധികമോ സിലബിൾസുള്ള വിശേഷണങ്ങൾ, സ്വരങ്ങളിലെ വിശേഷണങ്ങൾ മറ്റ് 2 രൂപങ്ങൾ ഉണ്ടാക്കുക. അതായത് കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കാൻ മോറും മോസ്റ്റും ചേർത്താൽ മതി. കമ്പാരറ്റീവിൽ മോറും സൂപ്പർലേറ്റീവിൽ മോസ്റ്റും ഉപയോഗിക്കുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതായത് പോസിറ്റീവിൽ ബ്യൂട്ടിഫുൾ എന്ന് വന്നു, കമ്പാരറ്റീവിൽ അത് മോർ ബ്യൂട്ടിഫുളും സൂപ്പർലേറ്റീവിൽ മോസ്റ്റ് ബ്യൂട്ടിഫുളുമായി. ഒരിക്കലും നമ്മൾ ERഉം ESTയും ചേർത്ത് നമുക്ക് കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ഇതിൽ 2-ലധികം സിലബിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ക്രൂക്കഡ്, മോർ ക്രൂക്കഡ്, മോസ്റ്റ് ക്രൂക്കഡ്. കെയർഫുൾ, മോർ കെയർഫുൾ, മോസ്റ്റ് കെയർഫുൾ. മോഡേൺ, മോർ മോഡേൺ, മോസ്റ്റ് മോഡേൺ. അതൊരുപാട് വാക്കുകളുണ്ട്. ബോറിംഗ്, മോർ ബോറിംഗ്, മോസ്റ്റ് ബോറിംഗ്,
അതുപോലെ തന്നെ സെർട്ടൈൻ, മോസ്റ്റ് സെർട്ടൈൻ, എഫിഷ്യൻറ്റ്, മോർ എഫിഷ്യൻറ്റ്, മോസ്റ്റ് എഫിഷ്യൻറ്റ്, ഹോണസ്റ്റ്, മോർ ഹോണസ്റ്റ്, മോസ്റ്റ് ഹോണസ്റ്റ്, റിസൻറ്റ്, മോർ റിസൻറ്റ്, മോസ്റ്റ് റിസൻറ്റ്, സർപ്രൈസ്ഡ്, മോർ സർപ്രൈസ്ഡ്, മോസ്റ്റ് സർപ്രൈസ്ഡ്, യൂസ്ഫുൾ, മോർ യൂസ്ഫുൾ, മോസ്റ്റ് യൂസ്ഫുൾ. അങ്ങനെ ഒരുപാട് വാക്കുകൾ. അപ്പോൾ കുറച്ച് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തൊരു കാര്യം നോക്കാം. പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിൽ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ, സിമ്പിളിൻ്റെ പോസിറ്റീവ് സിമ്പിളാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് സിമ്പിളറും വരാം, മോർ സിമ്പിളും വരാം. സൂപ്പർലേറ്റീവിൽ സിമ്പിളസ്റ്റും വരാം, മോസ്റ്റ് സിമ്പിളും വരാം. അതുപോലെ തന്നെ പൊളൈറ്റർ വരാം, മോർ പൊളൈറ്റ് വരാം. പൊളൈറ്റസ്റ്റ് വരാം, മോസ്റ്റ് പൊളൈറ്റ് വരാം. അപ്പോൾ സിമ്പിൾ, സിമ്പിളർ, മോർ സിമ്പിൾ, സിമ്പിളസ്റ്റ്, മോസ്റ്റ് സിമ്പിൾ. പൊളൈറ്റർ, മോർ പൊളൈറ്റ്, പൊളൈറ്റസ്റ്റ്, മോസ്റ്റ് പൊളൈറ്റ്. അപ്പോൾ അതിൽ രണ്ടും വരാം, മോറും ചേർത്തിട്ടും വരാം, അല്ലാതെയും വരാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് കോമൺ, ക്രൂവൽ, ഫീബിൾ, ജെൻറ്റിൽ, നാരോ, പ്ലസൻറ്റ്, പൊളൈറ്റ്, സിമ്പിൾ, സ്റ്റുപ്പിഡ്. ഈ തുടങ്ങിയ പദങ്ങൾ യഥാക്രമം ER EST ചേർത്തും മോറ് മോസ്റ്റ് ചേർത്തും മറ്റ് രണ്ട് രൂപങ്ങളും ഉണ്ടാകാം. അതായത് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കാം. ഏതൊക്കെയാണ്? കോമൺ, ക്രൂവൽ, ഫീബിൾ, ജെൻറ്റിൽ, നാരോ, പ്ലസൻറ്റ്, പൊളൈറ്റ്, സിമ്പിൾ, സ്റ്റുപ്പിഡ്. ഓക്കെ, അതുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, ഇത് മൂന്ന് രീതിയിൽ വരാം. 3 രൂപങ്ങളും വ്യത്യസ്തമായിട്ട് വരും. ഇപ്പോൾ പോസിറ്റീവിൽ ഗുഡ്, വെല്ല്, അതിൻ്റെ കമ്പാരിറ്റീവാണ് ബെറ്റർ, സൂപ്പർലേറ്റീവ് ബെസ്റ്റ്. അതുപോലെ തന്നെ ബാഡ്, ഈവിൾ, ഇല്ല്, വേഴ്സ്, വേസ്റ്റ്. മച്ച്, മെനി, മോർ, മോസ്റ്റ്. ഔട്ട്, ഔട്ടർ, അട്ടർ, അറ്റ്മോസ്റ്റ്, അട്ടർമോസ്റ്റ്. ഫോർമർ, ഫോർമോസ്റ്റ്, ഫസ്റ്റ്. ഫർദർ, ഫർദസ്റ്റ്. ഇന്നർ, ഇൻമോസ്റ്റ്, ഇന്നർമോസ്റ്റ്. നയർ, നയസ്റ്റ്, നെക്സ്റ്റ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നയർ, അട്ടർ തുടങ്ങിയ പദങ്ങൾ ഇപ്പോൾ ഉപയോഗത്തിലില്ല, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. നയർ, അട്ടർ ഈ വാക്കുകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ നമ്മൾ ERഉം EST ഒന്നും ചേർത്തുകൊണ്ട് നമുക്ക് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെ 3 പോസിറ്റീവും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും വ്യത്യസ്തമാണ്. ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. ലിറ്റിൽ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ലിറ്റിൽ, ലെസ്, ലെസറും, ലീസ്റ്റുമാണ് ലിറ്റിലിൻ്റെത്. അപ്പോൾ അതൊക്കെ ഓൾഡ് ആണെങ്കിൽ ഓൾഡർ, എൽഡർ, ഓൾഡസ്റ്റ്, എൽഡസ്റ്റ്, അതങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. മച്ച്, മെനി, മോർ, മോസ്റ്റ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മൾ സൂപ്പർലേറ്റീവ് കമ്പാരിറ്റീവിന് ക്ലാസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അത് ചെയ്യും. അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വാക്ക്. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വാക്ക്. ഗോ, വിൽ ബി ഗോയിങ്, വെൻറ്റ്, ഹാഡ് ഗോൺ. ഏതാണ് കറക്റ്റ് ആൻസർ? ആൾദോക്ക് ശേഷം വാസ്, ഇറ്റ് വാസ് ക്ലൗഡി, അതൊരു പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും? അങ്ങനെ പാസ്റ്റ് ടെൻസ് വാസ് ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് മതി നമുക്ക്? ഓപ്ഷൻ സി, വെൻ്റ് ആണ് കറക്റ്റ് ആൻസർ. ആൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി വെൻറ്റ് ഫോർ എ വാക്ക്. അത് പിന്നെ കൂടുതൽ പറയേണ്ട, എല്ലാവരും കിട്ടുന്നതാണ്. ആൾദോക്ക് ശേഷം സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് നമുക്കെന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കാം. വാസ് ക്ലൗഡി വി വെൻറ്റ് ഫോർ എ വാക്ക്. ഇവിടെ വാസ് എന്ന തുടക്കത്തിലുണ്ട് അല്ലേ? വാസ് എന്ന തുടക്കത്തിലുള്ളതിനാൽ പാസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വി വെൻറ്റ് ഫോർ എ വാക്ക് വെൻറ്റ് ഉപയോഗിച്ചത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആകാശത്ത് കാർമേഘങ്ങൾ ഉണ്ടായിട്ടും നടക്കാൻ പോയി. ആകാശത്ത് കാർമേഘങ്ങൾ ഉണ്ടായിട്ടും നടക്കാൻ പോയി. അപ്പോൾ എന്താണ്? അത് സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കുക. ഓക്കെ, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. കാരണം നമുക്ക് കണ്ടാൽ അറിയാം അത് ഇറ്റ് വാസ് വന്നതുകൊണ്ട് അവിടെ അപ്പുറത്ത് എന്ത് വരും? വി വെൻറ്റ് ഫോർ എ വാക്ക്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. മസാക്കർ എല്ലാം കൂട്ടക്കൊല എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന മസാക്കറാണ്. ഏതാണ് അതിൽ കറക്റ്റ് ആൻസർ? എല്ലാം തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് മാത്രമാണ് ശരി. ഏതാണത്?
സിമ്പിളാണ്, നമുക്കറിയാം. നമ്മൾ ജസ്റ്റ് അത് എഴുതി നോക്കിയാൽ മതി. നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരാം. 4 ഓപ്ഷനും ചിലപ്പോൾ ഒരുപോലെ വരാം. നമുക്ക് അറിയുമെങ്കിലും നമുക്ക് എന്താണ് തോന്നാം ഇതും അങ്ങനെ ആകാം എന്ന്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി നോക്കുക, എന്നിട്ട് ഇതിലേക്ക് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് അറിയുന്ന വാക്കായിരിക്കും കൺഫ്യൂഷൻ വരും, അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ മസാക്കർ എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം അത് നമ്മൾ കരുതും സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. എന്താണ് അത് കിട്ടാതെ പോകരുത്, അതിനുണ്ട് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ മാർക്ക് പോലും നമ്മൾ വിട്ടു പോകരുത്. അപ്പോൾ എല്ലാം ഇംഗ്ലീഷുമായി ബന്ധപ്പെടുമ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട എന്താണെന്ത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള കുറച്ച് വാക്കുകളുണ്ട് അത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 4th ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം നോക്കാം. The noise caused all the neighbors to dash. The noise caused all the neighbors to dash. ഓപ്ഷൻ തന്നിട്ടുണ്ട്. Go nuts, bail out, miss the boat, move the goal post. Go nuts, bail out, miss the boat, move the goal post. ഇതിലേതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇഡിയമായിട്ട് വരുന്നത്? The noise caused all the neighbors to dash. ഏതായിരിക്കും? യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഗോ നട്ട്സ്. ഗോ നട്ട്സ്. എന്താ ഗോ നട്ട്സ് എന്ന് പറഞ്ഞാൽ? ബിക്കം മാഡ്. ഗോ നട്ട്സ് മീൻ ബിക്കം മാഡ്. യെസ്, അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി എന്താണ്? ദ നോയ്സ് കോസ്ഡ് ആൾ ദ നൈബേഴ്സ് ടു ബിക്കം മാഡ് എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം അയൽവാസികളെ എല്ലാം എന്താണ് ഒരു ഭ്രാന്തന്മാരാക്കാൻ കാരണമായി അല്ലേ? നമ്മളെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും നമുക്ക് പറ്റാത്ത ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ദഹിക്കൂല. അതന്നെ ഇവിടെ ഉദ്ദേശിച്ചത്, ഗോ നട്ട്സ്. ദ നോയ്സ് കോസ്ഡ് ആൾ ദ നൈബേഴ്സ് ടു ഗോ നട്ട്സ് ബിക്കം മാഡ്. എന്താണ് ബെയിൽ ഔട്ട് എന്നതിൻ്റെ അർത്ഥം? ബെയിൽ ഔട്ട് അത് ഫ്രേസൽ വെർബ് ആയിട്ടും മീഡിയമായിട്ടെല്ലാം ഉപയോഗിക്കലുണ്ട്. ബെയിൽ ഔട്ട് നോക്കാം നമുക്ക്. ബെയിൽ ഔട്ട്. ബെയിൽ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതി നോക്കാം. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ IUV ദേ അതിൻ്റെ കൂടെ ബെയിൽ ഔട്ട് എന്ന് ഉപയോഗിക്കാം. ബെയിൽ ഔട്ട് അതായത് സാധാ വെർബിൽ. ഇനി ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ ഒരു എസ് ചേർത്ത് കൊടുക്കുക, ബെയിൽസ് ഔട്ട്. ബെയിൽസ് ഔട്ട്. ഇനി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ബെയിലിംഗ് ഔട്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ബെയിലിംഗ് ഔട്ട് എന്ന് ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ബെയിൽഡ് ഔട്ട്. ബെയിൽഡ് ഔട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ബെയിൽഡ് ഔട്ട്. അങ്ങനെ ഈ രീതികളെല്ലാം ബെയിൽ ഔട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത് ബെയിൽ ഔട്ടിൻ്റെ ഹെൽപ്പ് സംവൺ വിത്ത് പ്രോബ്ലംസ്, അതായത് കുറച്ച് പ്രോബ്ലത്തിൽ നിന്ന് ആരെങ്കിലും സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. സംവൺ വിത്ത് പ്രോബ്ലംസ്. പേ മണി ടു എ കോർട്ട്, കോടതിയിൽ പൈസ അടക്കുന്നതിന് എന്ത് പറയും? ബെയിൽ ഔട്ട് എന്ന് പറയും. പേ മണി ടു എ കോർട്ട്. അതുപോലെ തന്നെ എസ്കേപ്പ് ഫ്രം എ പ്രൊജക്റ്റ് ഓർ സിറ്റുവേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിന്നോ നമ്മൾ രക്ഷപ്പെടുക. അടുത്ത് ജമ്പ് ഔട്ട് ഓഫ് എ പ്ലെയിൻ, ഒരു പ്ലെയിനിൽ നിന്ന് ചാടുന്നതിന് എന്ത് പറയും? ബെയിൽ ഔട്ട്. എംപ്റ്റി വാട്ടർ ഫ്രം എ ബോട്ട്, എംപ്റ്റി വാട്ടർ ഫ്രം എ ബോട്ട് എന്നതിനും എന്ത് പറയും? ബെയിൽ ഔട്ട്. പിന്നെ അതിൽ വരുന്നത് ടു ഹെൽപ്പ് എ പേഴ്സൺ, അതായത് അതിൻ്റെ ട്രാൻസിറ്റീവ് ടു ഹെൽപ്പ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഹാവിങ് പ്രോബ്ലംസ്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു സംഘടനയെ സഹായിക്കുക, ദാറ്റ് ഈസ് ഹാവിങ് പ്രോബ്ലംസ്, അവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ പ്രോബ്ലം, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ദ ഗവൺമെൻറ് ഹാസ് ആൾറെഡി ബെയിൽഡ് ദി പ്രൊജക്റ്റ് ഔട്ട് വൺസ് ബിഫോർ. ദ ഗവൺമെൻറ് ഹാസ് ആൾറെഡി ബെയിൽഡ് ദ പ്രൊജക്റ്റ് ഔട്ട്. ഇവിടെ ബെയിൽഡ് ദ പ്രൊജക്റ്റ് ഔട്ട് എന്നാണ്, അതായത് ബെയിൽഡ് ഔട്ട് വൺസ് ബിഫോർ. ഇതിനു മുമ്പ് തന്നെ സർക്കാർ ഈ പദ്ധതിക്ക് ജാമ്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അതുകൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ അതിൽ വരുന്ന മറ്റൊരു വാക്കാണ് മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ടു ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം വരുമ്പോൾ അത് മുതലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുക. നമുക്കൊരു അവസരം കിട്ടി, അതിന് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. ടു ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി. എക്സാമ്പിൾ ഉണ്ട്, ഹി മിസ്ഡ് ദ ബോട്ട് വെൻ ഹി അപ്ലൈഡ് ടു ലേറ്റ് ടു ഗെറ്റ് ഇൻ ടു കോളേജ്. ഹി മിസ്ഡ് ദ ബോട്ട്,
അത് പറഞ്ഞാൽ അവനൊരു അവസരം കിട്ടി. ഇതിന് വെൻ ഹി അപ്ലൈഡ് ടു ലേറ്റ് ടു ഗെറ്റ് ഇൻ ടു കോളേജിൽ ചേരാൻ അപ്ലൈ ചെയ്യാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് അവൻ കുറേ വൈകിയാണത് അപ്ലൈ ചെയ്തത്. കോളേജിൽ ചേരാൻ വളരെ വൈകിയാണ് അപേക്ഷിച്ചത്. കാരണം അവന് നല്ലൊരു അവസരം കിട്ടിയിട്ടും എന്താണത്, അവനത് മുതലാക്കാൻ പറ്റില്ല, അവനെ കൊണ്ട് അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഓക്കെ. മൂവ് ദ ഗോൾ പോസ്റ്റ് എന്താണ്? ഒരു നടപടിക്രമത്തിൻ്റെ ഗതിയിൽ അതിൻ്റെ വ്യവസ്ഥകളോ നിയമങ്ങളോ അന്യായമായി മാറ്റുക. അതായത് ഒരു നടപടിൻ്റെ ഇതിൽ നമ്മളോട് എന്താണ്, ഒരു കളിയാണെങ്കിൽ നമ്മളെന്താണ് ആ സമയത്ത് അതിൻ്റെ നിയമങ്ങളും റൂൾസും മാറ്റുക. അത് നല്ല രീതിയിലാവില്ല, അതിൻ്റെ വ്യവസ്ഥകളോ നിയമങ്ങളോ അനുസരിച്ചാവില്ല, അതിൻ്റെ വ്യവസ്ഥകൾക്കും നിയമങ്ങൾക്കും എതിരെ ഒരു നടപടിക്രമം കൈക്കൊള്ളുക. അതാണെന്ത്? മൂവ് ദ ഗോൾ പോസ്റ്റ്. മൂവ് ദ ഗോൾ പോസ്റ്റ് എന്നും പറയും, ഷിഫ്റ്റ് ദ ഗോൾ പോസ്റ്റ് എന്നും പറയും. ടു മൂവ് ദ ഗോൾ പോസ്റ്റ് ഓർ ടു ഷിഫ്റ്റ് ദ ഗോൾ പോസ്റ്റ്, രണ്ട് രീതിയിൽ ഇഡിയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫ്രൈസൽ വെർബായിട്ടും ഇഡിയമായിട്ടും എല്ലാം ഉപയോഗിക്കും. ഒരുപാട് ഇഡിയംസ് ശൈലികൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് ഇഡിയംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. PSC ഇതിൻ്റെ മുമ്പ് ചോദിച്ചതും ഇനി ഒരുപാട് തവണ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നോക്കാം. ഒന്നാമത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്സ്, തർക്കത്തിനുള്ള കാരണം. അതിൻ്റെ മീനിങ് ആണ് തർക്കത്തിനുള്ള കാരണം. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ഉർവശി ശാപം ഉപകാരം. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ഓർക്കാപ്പുറത്തെ ആഘാതം. എ ചിക്കൻ ഹേർട്ടഡ് പേഴ്സൺ, ഭീരു. എ ഗോഡിയൻ നോട്ട്, വിഷമ പ്രശ്നം. എ മാൻ ഇൻ എ 1000, വിശിഷ്ട വ്യക്തി. എ വൈൽഡ് ഗൂസ് ചേസ്, വിഫല ശ്രമം. ആൾ ഇൻ ആൾ, പ്രധാനി. ആൾ വാക്സ് ഓഫ് ലൈഫ്, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും. ബാഗ് ആൻഡ് ബാഗേജ്, എല്ലാം എന്നുള്ള അർത്ഥം. ബീറ്റ് എബൌട്ട് ദി ബുഷ്, വളച്ചു ചുറ്റി കാര്യം പറയുക. ബെക്ക് ആൻഡ് കാൾ, ചൊൽപ്പടിക്ക് നിൽക്കുക. ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ലാഭവും നഷ്ടവുമില്ലാത്ത അവസ്ഥ. ബിൽഡ് ക്യാസിൽസ് ഇൻ ദി എയർ, ദിവാസ്വപ്നം കാണുക. ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, അമിതാധ്വാനം. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, ക്രമരഹിതമായി. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്, എങ്ങനെയെങ്കിലും. അപ്പോൾ നമ്മൾ ഒരു തവണ നിങ്ങൾ വായിക്കണം, നിങ്ങൾ വീണ്ടും നോക്കുക, കാരണം നമുക്കൊരു സമയമില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് തരുന്നത്. കുറച്ചുകൂടി നോക്കാം നമുക്ക്. കാൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അവസാനിപ്പിക്കുക. ഹാൻഡ് ടു മൗത്ത്, കഷ്ടിച്ച് ജീവിക്കുന്ന. കീപ് ദ വോൾ ഫ്രം ദ ഡോർ, പട്ടിണി അകറ്റുക. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, പരമാവധി ശ്രമിക്കുക. ലോവ്സ് ആൻഡ് ഫിഷസ്, ഭൗതിക നേട്ടങ്ങൾ. നെക്ക് ആൻഡ് നെക്ക്, ഒപ്പത്തിനൊപ്പം. നുക്ക് ആൻഡ് കോർണർ, എല്ലായിടത്തും എല്ലാ ഭാഗത്തും എന്നുള്ള അർത്ഥത്തിൽ. നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടെ. നൾ ആൻഡ് വോയിഡ്, ദുർബലം. നൾ ആൻഡ് വോയിഡ്, ദുർബലം. ഓവർ ആൻഡ് എബോവ്, ഇത് കൂടാതെ. പുട്ട് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്, ആസൂത്രണമില്ലാതെ പ്രവർത്തിക്കുക. റൺ ഓഫ് ദ മിൽ, സാധാരണമായ. സ്പിക്ക് ആൻഡ് സ്പാൻ, ചിട്ടയോടെയും വൃത്തിയോടെയും പ്രവർത്തിക്കുക. ദ സാൾട്ട് ഓഫ് ദ എർത്ത്, ഏറ്റവും പ്രധാന വ്യക്തികൾ. തിക്ക് ആസ് തീവ്സ്, ഉറ്റമിത്രങ്ങൾ. വെറ്റ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ എ ഫ്ലൈ ഇൻ ഓയിൻമെൻറ്റ്, മുഷിപ്പൻ അല്ലെങ്കിൽ സ്വർഗത്തിലെ കട്ടുറുമ്പ്. ടു സ്മെൽ എ റാറ്റ്, സംശയം തോന്നുക. ഗാന്ധം. ടൂത്ത് ആൻഡ് നെയിൽ, നഖശികാന്തം എതിർക്കുക എന്നൊക്കെ പറയും. ടൂത്ത് ആൻഡ് നെയിൽ. ഓക്കെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ്, എന്തായാലും നിങ്ങളത് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ്. ഓവർ, ഔട്ട്, ടു, എവേ. ഇത് ഫ്രൈസൽ വെർബാണ്, ഗിവിൻ്റെ ഫ്രൈസൽ വെർബാണ്. ഏതാണ് ഇവിടെ സൂട്ടാകുക? ഓവർ, ഔട്ട്, ടു, എവേ. കറക്റ്റ് ആൻസർ എവേ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, എവേ. ദ ചീഫ് ഗസ്റ്റ് ഗേവ് എവേ ദ പ്രൈസ്. അതായത് ഗീവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ദ ചീഫ് ഗസ്റ്റ് ഗേവ് എവേ ദ പ്രൈസ്. ചീഫ് ഗസ്റ്റ്
പ്രൈസ് വിതരണം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഗേവ് വന്നു. ഗിവിൻ്റെ പാസ്റ്റാണ് ഗേവ്. അപ്പോൾ ഗിവ് എവേ ദ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഗിവ് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട്, വിതരണം ചെയ്യുക എന്നുള്ള അർത്ഥം. ഗിവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഫ്രേസൽ വെർബ് നമുക്ക് നോക്കാം. ഗിവ് എവേ. ഗിവ് എവേ മീൻസ് ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ റിവീൽ എന്നുള്ള ഒരു അർത്ഥം കൂടി അതിനുണ്ട്. റിവീൽ, വെളിവാക്കുക. ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ റിവീൽ, ഗിവ് എവേ, വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥം കൂടി ഇതിനുണ്ട്. ഗിവ് എവേ, റിവീൽ. അപ്പോൾ ഇവിടെ ഗിവ് എവേ, ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതായത് ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, ഗിവ് എവേ. ഓക്കെ, അടുത്ത ഗിവ് ഫോർത്ത്. ഗിവ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പബ്ലിഷ്, പ്രസിദ്ധീകരിക്കുക. നെക്സ്റ്റ് ഗിവ് ഇൻ. ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ സബ്മിറ്റ്, യീൽഡ്, സറണ്ടർ, അതായത് സമർപ്പിക്കുക, കീഴടങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് ഗിവ് ഇൻ ഉപയോഗിക്കുന്നത്. അത് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ അബാൻഡൻ അല്ലെങ്കിൽ സ്റ്റോപ്പ്. അബാൻഡൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, സ്റ്റോപ്പ്, നിർത്തുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗിവ് അപ്പ് ഉപയോഗിക്കും. അടുത്തത് ഗിവ് ഓഫ്. ഗിവ് ഓഫ്. ഗിവ് ഓഫ് എന്ന് പറഞ്ഞാൽ സെൻഡ് ഔട്ട്, പുറപ്പെടുവിക്കുക. ഗിവ് ഓഫ്, സെൻഡ് ഔട്ട്, പുറപ്പെടുവിക്കുക. അടുത്തത് ഗിവ് ഔട്ട്. ഗിവ് ഔട്ട് മീൻസ് ബിക്കം എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട്. ഉപയോഗിച്ച് തീർന്ന അല്ലെങ്കിൽ കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട്. ബിക്കം എക്സോസ്റ്റഡ്, ഉപയോഗിച്ച് തീരുക എന്നുള്ള അർത്ഥത്തിൽ ഗിവ് ഔട്ട്. ഗിവ് ഓവർ. ഗിവ് ഓവർ മീൻസ് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഇറിറ്റേറ്റിംഗ്, അതായത് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിർത്തുക. ഓക്കെ, അത്രയാണ് ഗിവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരുപാട് തവണ PSC ചോദിച്ച പല ക്വസ്റ്റ്യൻ ഇതിലുണ്ട്, നന്നായിട്ട് നോക്കുക. അടുത്തത് 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡൻറ്റ്. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡൻറ്റ്. ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി എ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ടു. ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, എ ആൻഡ് ദ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? എ വരുമോ, ആൻ വരുമോ, ദ വരുമോ, ടു വരുമോ? ടുവിനെ നമുക്ക് ഒഴിവാക്കാം, ടു എന്തായാലും വരില്ല. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡൻറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദ എന്നുള്ളതാണ്. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ദി ആക്സിഡൻറ്റ്. അപ്പോൾ എന്താ കാരണം? ദ എന്നുള്ളതൊരു പ്രത്യേക ആക്സിഡൻറ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു പ്രത്യേക ആക്സിഡൻറ്റിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ദ എന്നുള്ള ആർട്ടിക്കിൾ വന്നത്. അപ്പോൾ ഒരു കാര്യത്തിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ വരേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ദ എന്നുള്ളതാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th one. I would not accept the offer if I dash you. I would not accept the offer if I dash you. Option A am, option B was, option C had been, option D were. ആം എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്, വാസ് എന്നുള്ളത് പാസ്റ്റ് ആണ്, ഹാഡ് ബീൻ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, വേർ എന്നുള്ളത് പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുക, ഇത് ഈഫ് ക്ലോസിൻ്റെ യൂസേജ് ആണ്. ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, വേർ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, വേർ. അതായത് ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഡു എന്നുള്ളതാണ് യൂസേജ്. ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഈഫ് ഐ ഡാഷ് യു, അതായത് ഈഫ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും യു, അതായത് യു എന്ന പ്രോണൗണിൻ്റെ കൂടെ വാസ് വരില്ല. ഐ വാസ് യു എന്ന് പറയില്ല. ഐ വേർ യു. ഈഫ് ഐ വേർ എ ബേർഡ് എന്നുള്ള യൂസേജ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഡി ആണ്. അതായത് ഈഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഈഫ് ഐ വേർ യു അതൊരു സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് മെയിൻ ക്ലോസ് എന്താണ്? വുഡ് പ്ലസ് ഡു. ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ്. ഐ വുഡ് നോട്ട് ആക്സെപ്റ്റ്. ഓക്കെ, വുഡ് പ്ലസ് V1. ഞാൻ പറഞ്ഞു ഇത് കണ്ടീഷണൽ ക്ലോസുമായിട്ട് ഈഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മുമ്പ് നമ്മൾ ഈഫ് ക്ലോസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൽ പോയിട്ട് നോക്കുക. ജസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഈഫ് ക്ലോസ്, മെയിൻ ക്ലോസ്, രണ്ട് പാർട്ടായിരിക്കും അതിന്, ഈഫ് ക്ലോസും മെയിൻ ക്ലോസും. ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റിൽ ഓപ്പൺ കണ്ടീഷനാണ്. തൊട്ടപ്പുറത്ത് എന്ത് വരും? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു റൈറ്റ് ദി എക്സാം യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് റാങ്ക്. ഇഫ് യു റൈറ്റ് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റാണ്. അപ്പുറത്തെത്തിയപ്പോൾ വില്ല് പ്ലസ് V1 ആയി. ഓക്കെ, അടുത്ത സിമ്പിൾ പാസ് നോക്കാം. ഡൗട്ട്ഫുൾ കണ്ടീഷൻ. ഇഫ് യു റോട്ട് ദി എക്സാം, റൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് റോട്ട്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് റോട്ട് വന്നു.
ഇപ്പുറത്തെത്തുമ്പോൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരും. യു വുഡ് ഗെറ്റ് ദി ഫസ്റ്റ് റാങ്ക്. ഓക്കെ, അടുത്ത് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നത് അൺറിയൽ കണ്ടീഷനിൽ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്തെത്തുമ്പോൾ എന്ത് വരും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഹാവിൻ്റെ കൂടെ V3 കൂടി വരും. അപ്പോൾ ഇഫ് യു ഹാഡ് റിട്ടൺ ദി എക്സാം, ഹാഡ് പ്ലസ് V3, ഇഫ് യു ഹാഡ് റിട്ടൺ ദി എക്സാം യു വുഡ് ഹാവ് ഗോട്ട് ദി ഫസ്റ്റ് റാങ്ക്, യു വുഡ് ഹാവ് ഗോട്ട് ദി ഫസ്റ്റ് റാങ്ക്. ഓക്കെ, ഇനി സിമ്പിൾ പ്രസൻറ്റ്, അത് സിമ്പിൾ പ്രസൻറ്റ് ആണ്, അതായത് സീറോ കണ്ടീഷൻ എന്ന് പറയും. PSC കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും ശ്രദ്ധിക്കുക. അതായത് ജനറൽ ട്രൂത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സീറോ കണ്ടീഷനാണ് ഉപയോഗിക്കുക. ഇഫ് യു ഹീറ്റ് ഐസ്, അതൊരു ജനറൽ ട്രൂത്താണ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ട്രൂത്താണ്. ഇഫ് യു ഹീറ്റ് ഐസ്, നിങ്ങൾ ഐസിനെ ചൂടാക്കിയാൽ ഇറ്റ് മെൽറ്റ്സ്, അത് ഉരുകിപ്പോകും, അത് സത്യമാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സീറോ കണ്ടീഷനാണ്. അതായത് ഒരു ജനറൽ ട്രൂത്തോ സയൻറ്റിഫിക് ട്രൂത്തോ എല്ലാം പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഓക്കെ, സീറോ കണ്ടീഷനാണ്. ഇതിനെക്കുറിച്ച് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയത്, ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ക്ലാസ് ഇതിൻ്റെ കുറച്ച് മുമ്പ് ക്ലാസ്സിലിട്ടിട്ടുണ്ട്, ഈഫ് ക്ലോസ്. അത് കണ്ട് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹി വാസ് അക്കമ്പനീഡ് ഡാഷ് ഹിസ് വൈഫ്. ഹി വാസ് അക്കമ്പനീഡ് ഡാഷ് ഹിസ് വൈഫ്. ബിസൈഡ്, ബൈ, വിത്ത്, എലോങ്. ഓപ്ഷൻ എ ബിസൈഡ്, ഓപ്ഷൻ ബി ബൈ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി എലോങ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈ എന്നുള്ളതാണ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ്. അക്കമ്പനീഡ് ബൈ സംബഡി, അതായത് കൂടെ ഉണ്ടാകുക എന്നർത്ഥത്തിലാണ് ബൈ ഉപയോഗിച്ചത്. ഒരാളുടെ കൂടെ ഉണ്ടാകുക, അക്കമ്പനീഡ് ബൈ. അക്കമ്പനീഡ് എന്ന വാക്കിൻ്റെ കൂടെ എപ്പോഴും വരുന്ന വാക്കാണ്, പ്രിപ്പോസിഷനാണ് ബൈ എന്നുള്ളത്. അക്കമ്പനീഡ് ബൈ, അതങ്ങനെ റെഡിമെയ്ഡ് വാക്കായിട്ടാണ് നമ്മൾ പഠിച്ചു വെക്കുക. അക്കമ്പനീഡ് ബൈ സംബഡി, അതായത് ഒരാളുടെ കൂടെ ഉണ്ടാകുക എന്ന അർത്ഥത്തിൽ ബൈ ഉപയോഗിക്കും. ഹി വാസ് അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വാക്കിനും പ്രത്യേകമായിട്ട് വരുന്ന കുറച്ച് പ്രിപ്പോസിഷണൽ വെർബ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. അതായത് ഒരു പ്രത്യേക വാക്കുകൾക്ക് കൂടെ, അതായത് ഒരു വാക്കുകൾക്ക് കൂടെ ഒരു പ്രത്യേക പ്രിപ്പോസിഷനേ വരൂ. ആ പ്രിപ്പോസിഷൻ മാത്രമേ വരൂ. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് എല്ലാം വരുന്നു തോന്നും, പക്ഷേ പ്രത്യേകമായിട്ടുള്ള പ്രിപ്പോസിഷൻ മാത്രമേ വരൂ. അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. അപ്പോൾ ഒരുപാടുണ്ട് അങ്ങനത്തെ. അപ്പോൾ ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിന് മുമ്പ് PSC ചോദിച്ചത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എന്നാൽ സിമ്പിളുമായിട്ടുള്ള അതുപോലത്തെ കുറച്ച് വാക്കുകളും അതുമായി ബന്ധപ്പെട്ട് അതിനോട് യോജിച്ച് വരുന്ന പ്രിപ്പോസിഷൻ നമുക്ക് നോക്കാം. അഫ്രൈഡ് ഓഫ്. അഫ്രൈഡിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് ഓഫാണ്. അഫ്രൈഡ് ഓഫ്. ഷീസ് അഫ്രൈഡ് ഓഫ് ഡോഗ്സ്. ഓരോ എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. അഫ്രൈഡ് ഓഫ്, ഷീസ് അഫ്രൈഡ് ഓഫ് ഡോഗ്സ്. അതുപോലെ തന്നെ കൺഗ്രാജുലേറ്റ് ഓൺ. കൺഗ്രാജുലേറ്റ് ഓൺ എന്നുള്ളത് ഒരുപാട് തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കൂടെ എപ്പോഴും ഓണേ വരൂ. ഹീ കൺഗ്രാജുലേറ്റഡ് മീ ഓൺ മൈ സക്സസ്. അടുത്ത ഫോണ്ട് ഓഫ്, ഇഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഫോണ്ടിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ വരിക ഓഫാണ്. സാധാരണ നമ്മൾ പറഞ്ഞ് പഠിച്ചത് തന്നെ ഫോണ്ട് ഓഫ് എന്നാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷേ എങ്കിലും നമ്മളത് മനസ്സിലാക്കി വെക്കണോ, തെറ്റിപ്പോകാനുള്ള സാധ്യത. അടുത്തതാണ് ലിസൺ ടു. എക്സാമ്പിൾ, ഐ ഓഫൺ ലിസൺ ടു മ്യൂസിക്. ലിസൺ ടു. ലിസണിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് ടു ആണ്. നെക്സ്റ്റ് സ്മൈൽ അറ്റ് അല്ലെങ്കിൽ സ്മൈൽഡ് അറ്റ്. സ്മൈലിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് അറ്റാണ്. സ്മൈൽ അറ്റ്. ഷീ സ്മൈൽഡ് അറ്റ് ഹിം. അപ്പോൾ സ്മൈൽ അല്ലെങ്കിൽ സ്മൈൽഡ് അറ്റ് ഹിം. അടുത്ത സോറി ഫോർ. സോറിയുടെ കൂടെ എപ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. സോറി ഫോർ. ഐ ആം സോറി ഫോർ ദ ഡിലേ. എന്നുള്ളതാണ്. നെക്സ്റ്റ് വെയിറ്റിംഗ് ഫോർ. വെയിറ്റിങ്ങിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് ഫോർ ആണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്. അപ്പോൾ ഇത്രയും പ്രിപ്പോസിഷൻ്റെ കൂടെ വരുന്നത്, ഇത്രയും വാക്കുകളുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. മനസ്സിലാക്കി പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഇത് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കാം, കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദി ഗോൾഡ് മെഡൽ. ഓപ്ഷൻ തന്നിട്ടുണ്ട് അവിടെ. ഹൂ, വിച്ച്, ഹൂസ്, ഹും എന്നുള്ളതാണ് ഓപ്ഷൻ. ദിസ് ഈസ് ദ ബോയ് ഡാഷ് വോൺ ദി ഗോൾഡ് മെഡൽ. ഹൂ, വിച്ച്, ഹൂസ്, ഹും. റിലേറ്റീവ് പ്രോനൗൺ എന്നൊരു പാട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണിത്.
ഇവിടെ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ എ ഹൂ എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ബോയ് ഹൂ വോൺ ദി ഗോൾഡ് മെഡൽ. എന്താണ് റിലേറ്റീവ് പ്രോണൗൺ? രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനും നൗണിന് പകരമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന പ്രോണൗണാണ് റിലേറ്റീവ് പ്രോണൗൺ. അതായത് ഹൂം, ഹൂ, ഹും, ഹൂസ്, വാട്ട്, വിച്ച്, ദാറ്റ് എന്നിവയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഒരു നാമത്തിന് ശേഷമാണ് റിലേറ്റീവ് പ്രോണൗൺ നമ്മൾ ഉപയോഗിക്കുക. ഏതെങ്കിലും പേരിന് ശേഷമാണ് നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിക്കുക. ഓക്കെ, അതിൻ്റെ കൂടുതൽ ക്ലാസ് നമുക്ക് പിന്നീട് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൂ, ഹും എന്നിവ വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഹൂ, ഹും വ്യക്തികളോടൊപ്പം മാത്രമേ ഉപയോഗിക്കൂ. ദാറ്റ്, ഹൂസ്, ദാറ്റ്, ഹൂസ് എന്നിവ വ്യക്തികളോടൊപ്പവും ജീവികളോടൊപ്പവും വസ്തുക്കളോടൊപ്പം ഉപയോഗിക്കും. ഓക്കെ, ദാറ്റ് സൂപ്പർലേറ്റീവിൽ ഹൂവിന് പകരം ദാറ്റ് ഉപയോഗിക്കണം. ഒരു സ്പെസിഫിക് പേഴ്സൺ എന്ന അർത്ഥത്തിലാണ് ഹൂ ഉപയോഗിക്കുന്നത്. എന്നാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം ഹൂവിന് പകരം ദാറ്റ് ഉപയോഗിക്കണം. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ഇത്ര മതി. പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹൂവിന് ശേഷം എപ്പോഴും വെർബായിരിക്കും. അപ്പോൾ നമ്മൾ ഡാഷ് ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടാകും. ഫില്ല് ചെയ്യാൻ തന്നതിന് ശേഷം വെർബാണോ നൗണാണോ പ്രോണൗണാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അതിന് മുമ്പ് അതുപോലെ ചെയ്യുക. ഹൂവിന് ശേഷം വെർബ്, ഹൂസിന് ശേഷം നൗണ്, ഹുമ്മിന് ശേഷം പ്രോണൗണോ അല്ലെങ്കിൽ നൗണോ. ഇതാണ് 98% ഇങ്ങനെയാണ് ഉപയോഗിക്കാറ്. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആൻറ്റണിം ഓഫ് പ്രൈഡ് ഈസ്. പ്രൈഡ് എന്നതിൻ്റെ ആൻറ്റണിം എന്താണ് എന്നുള്ളതാണ്. ആൻറ്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. പ്രൈഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം കാട്ടുക അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നുള്ള അർത്ഥത്തിലാണ് പ്രൈഡ് ഉപയോഗിക്കുക. പൊങ്ങച്ചം, അത് അഹങ്കാരം എന്നൊക്കെ പറയാം. ദ ആൻറ്റണിം ഓഫ് പ്രൈഡ് ഈസ്. അപ്പോൾ പൊങ്ങച്ചം അല്ലെങ്കിൽ അഹങ്കാരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡേർട്ടി, ഓപ്ഷൻ ബി ഹ്യൂമിലിറ്റി, ഓപ്ഷൻ സി റഫ്, ഓപ്ഷൻ ഡി ഹോട്ട്. ഡേർട്ടി, ഹ്യൂമിലിറ്റി, റഫ്, ഹോട്ട്. അപ്പോൾ പൊങ്ങച്ചത്തിന് നേരെ അല്ലെങ്കിൽ അഹങ്കാരത്തിന് നേരെ ഓപ്പോസിറ്റ് എളിമ എന്നുള്ള വാക്ക് വരണം. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ഹ്യൂമിലിറ്റി എന്നുള്ളതാണ് ആൻസർ. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ഹംബിൾനെസ്, എളിമ എന്നുള്ളത് തന്നെയാണ്. ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, എളിമ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ ആൻറ്റണിം ഓഫ് പ്രൈഡ് ഈസ് ഹ്യൂമിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2019 കോഴിക്കോടും തിരുവനന്തപുരത്തും നടന്ന VEOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൽ നിന്നുള്ള 20 ഇംഗ്ലീഷിൽ 10 ഇംഗ്ലീഷാണിത്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ രണ്ടാം പാർട്ട് അടുത്ത 10 ക്വസ്റ്റ്യനോടെയും അതിൻ്റെ എക്സ്പ്ലനേഷനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പറയുക. അടുത്ത 10 ക്വസ്റ്റ്യനോടും ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു.